ബിഗ് ബാങ് തിയറിയെക്കുറിച്ചും ഖുർആനിൽ പരാമർശമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ശാസ്ത്രത്തിന് മുന്നേ സഞ്ചരിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനിലെ വസ്തുതകളെ ആർക്കും നിഷേധിക്കാനാവില്ല. ആധുനിക ലോകം പ്രപഞ്ചോൽപത്തിയെ വിശദീകരിക്കാൻ അവതരിച്ച ഒരു തിയറിയാണല്ലോ ബിഗ് ബാങ്. ബെൽജിയൻ ജ്യോതിശാസ്ത്രജ്ഞനായ ജോർജ് ഹെൻറി ലെമൈറ്റർ ആണ് ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത്. പ്രപഞ്ചത്തിന്റെ എല്ലാ ഊർജവും ഭൗതിക വസ്തുക്കളും അസ്തിത്വവും ഒരു ബിന്ദുവിലായിരുന്നുവെന്നും പെട്ടെന്ന് ഒരു വലിയ സ്ഫോടനമുണ്ടായി സമയവും സ്ഥലവും ദ്രവ്യവും നിലവിൽ വന്നു. ഇവിടെ നിന്നാണ് പ്രപഞ്ചത്തിന്റെ ഉത്ഭവം എന്നാണ് ഈ തത്വം പറയുന്നത്. ഇതേ തത്വം തന്നെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് കാണാം. സൂറത്തുൽ അംബിയായിൽ 41-ാം ആയത്ത് അവലം യറല്ലദീന കഫറൂ അന്നസ് സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖനാഹുമാ, ആകാശങ്ങളും ഭൂമിയും പരസ്പരം ഒട്ടിച്ചേർന്നതായിരുന്നുവെന്നും എന്നിട്ട് അവയെ നാം വേർപ്പെടുത്തിയെന്നും സത്യനിഷേധികൾ കാണുന്നില്ലേ? ഈ പ്രപഞ്ചം ഒരു ബിന്ദു ആയിരുന്നുവെന്നും അത് പിന്നീട് വേർപ്പെട്ടതാണെന്നുമുള്ള സൂചനയായിട്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. 1929 അമേരിക്കൻ ആസ്ട്രോണമറായിരുന്ന എഡ്വിൻ ഹബിൾ നമ്മുടെ ഗാലക്സിക്ക് അപ്പുറമുള്ള ഗാലക്സികളെ കുറിച്ച് പഠിക്കാൻ സ്പേസ് ടെലിസ്കോപ്പിലൂടെ നിരീക്ഷണം നടത്തുമ്പോൾ ഓരോ ഗാലക്സിയും നമ്മുടെ ഗാലക്സിയെ തൊട്ട് അകന്നു പോകുന്നതായി കണ്ടെത്തി. അതിനെ ഹബിൾസ് ലോ എന്ന് ലോകം പറഞ്ഞു, അഥവാ യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്. പ്രപഞ്ചം അനുനിമിഷം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു അതിലൂടെ ലോകം തിരിച്ചറിഞ്ഞത്. എന്നാൽ അന്നത്തെ ശാസ്ത്രമേഖലയിൽ പലരും ഇതിനെ എതിർത്തു. പിന്നീട് വളരെയധികം നിരീക്ഷണങ്ങളിലൂടെ ഇത് ശാസ്ത്രലോകം യാതൊരു തർക്കത്തിനും ഇടയില്ലാത്ത വിധം ഇത് അംഗീകരിക്കേണ്ടി വന്നു. വിശുദ്ധ ഖുർആനിലെ 51-ാം അധ്യായം സൂറത്ത് ദാരിയാത്തിലെ 47-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, നമ്മുടെ ശക്തി കൊണ്ട് ആകാശത്തെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, തീർച്ചയായും നാം അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു, ആകാശം എന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നും ശാസ്ത്രീയ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രപഞ്ച വികാസം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിന് ഇതുവരെ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല. അതിന് പിന്നിലെ കാരണത്തെ ഡാർക്ക് എനർജി എന്നാണ് ശാസ്ത്രലോകം വിളിക്കുന്നത്. എന്നാൽ എന്താണ് ഈ ഡാർക്ക് എനർജിക്ക് പിന്നിൽ കാരണമെന്ന് ഇന്നും വ്യക്തമല്ല. ഡാർക്ക് എനർജി എ മിസ്റ്റീരിയസ് ഫോഴ്സ്, അഥവാ ഡാർക്ക് എനർജി എന്നത് ഒരു നിഗൂഢമായ ശക്തി എന്നാണ് നാസയുടെ അടക്കം വിശദീകരണം. പ്രപഞ്ചത്തിന്റെ 70% ഡാർക്ക് എനർജി ആണെന്നും 25% ഡാർക്ക് മാറ്റർ ആണെന്നും പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ 95% ഇത്തരം നിഗൂഢ ശക്തികളാണെന്ന് ആധുനിക ശാസ്ത്രലോകം തന്നെ സമ്മതിക്കുകയാണ്. ആധുനിക ലോകം ഇന്നും ഇരുട്ടിൽ തപ്പുന്ന വിഷയങ്ങൾക്ക് ഉത്തരം 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച നിരക്ഷരരായ മുത്തു റസൂലിന് എങ്ങനെയാണ് ലഭിച്ചത്? പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് ഖുർആൻ എന്നതിന് ഇതിൽ പരം ഇനി എന്ത് തെളിവുകളാണ് വേണ്ടത്?